മുസ്ലിം ലീഗിൻ്റെ പൊന്നാപുരം കോട്ടയാണ് പൊന്നാനി. കേരള രൂപീകരണത്തിന് ശേഷം നടന്ന ഏകദേശം എല്ലാ തിരഞ്ഞെടുപ്പിലും മുസ്ലിം ലീഗിനും UDFിനും ഇവിടെ വിജയിച്ചു വരാൻ സാധിച്ചിട്ടുണ്ട്. GM ബനാത് വാല, ഇബ്രാഹിം സുലൈമാൻ സേട്ട്, അഹമ്മദ് പോലെയുള്ള മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ പാർലമെൻറ്റിലെത്തിയത് പൊന്നാനി വഴിയാണ്. എന്നാൽ ഇന്ന് പൊന്നാനിയുടെ രാഷ്ട്രീയം തികച്ചും വ്യത്യസ്തമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. UDFിനോ മുസ്ലിം ലീഗിനോ അങ്ങനെ പൂർണ്ണമായും മേധാവിത്വം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു മണ്ഡലമല്ല പൊന്നാനി. പാലക്കാട് ജില്ലയിലെ തൃത്താല, മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി, താനൂർ, തിരൂർ, കോട്ടക്കൽ, തവനൂർ, പൊന്നാനി എന്നിവ ചേരുന്നതാണ് പൊന്നാനി പാർലമെൻറ്റ് മണ്ഡലം. പൊന്നാനി പാർലമെൻറ്റ് മണ്ഡലത്തിലെ നിലവിലെ MP ET മുഹമ്മദ് ബഷീറാണ്. എന്നാൽ മുസ്ലിം ലീഗ് ഒരു ചടുലമായ രാഷ്ട്രീയ നീക്കം നടത്തിക്കളഞ്ഞു. ET മുഹമ്മദ് ബഷീറിനെ മലപ്പുറത്തേക്ക് മാറ്റി. മലപ്പുറത്തെ MP അബ്ദുസമദ് സമദാനിയെ പൊന്നാനിയിലേക്ക് മാറ്റി. എന്നാൽ ഇടതുപക്ഷവും ഒന്നും നോക്കിയില്ല. അടവ് നയ രാഷ്ട്രീയ പ്രകാരം അവർ ഇറങ്ങിക്കളിച്ചു. മുസ്ലിം ലീഗിൻ്റെ നേതാവായിരുന്ന KS ഹംസയെ അവർ മത്സരിപ്പിച്ചു. BJP ആകട്ടെ ഇത്തവണ മത്സരിപ്പിക്കുന്നത് നിവേദിത സുബ്രഹ്മണ്യനെയാണ്. എങ്കിലും BJPക്ക് കാര്യമായ രാഷ്ട്രീയ മേധാവിത്വം ഉള്ള ഒരു മണ്ഡലമല്ല എന്നതിനാൽ ഇവിടെ കാര്യമായ ഫലമൊന്നും BJP പ്രതീക്ഷിക്കുന്നുമില്ല. 1,93,000 പരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ തവണ ET മുഹമ്മദ് ബഷീർ പൊന്നാനിയിൽ നിന്ന് നേടിയെടുത്തത്. എന്നാൽ ഇത്തവണ സ്ഥിതി വ്യത്യസ്തമാകുമെന്ന കണക്കൂട്ടലിലാണ് കുറച്ചുകൂടി സേഫായ മലപ്പുറത്തേക്ക് ET മുഹമ്മദ് ബഷീറിനെ UDF നേതൃത്വം മാറ്റിയത്. പാർലമെൻറ്റിലെ ഇടപെടൽ കൊണ്ടും തത്വജ്ഞാനം കൊണ്ടും രാഷ്ട്രീയ പ്രസംഗങ്ങൾ കൊണ്ടും നിലപാടുകൾ കൊണ്ടുമൊക്കെ വ്യക്തമായ ജനസ്വാധീനമുള്ള നേതാവാണ് സമദാനി. അതുകൊണ്ട് തന്നെയാണ് കുറച്ചുകൂടി കടുപ്പമായ മണ്ഡലം സമദാനിക്ക് ഇത്തവണ UDF നൽകിയത്. മുസ്ലിം ലീഗും സമസ്ത നേതൃത്വവും തമ്മിലുള്ള തർക്കമാണ് ഈ മണ്ഡലത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം. അതോടൊപ്പം തന്നെ ആശുപത്രികളുടെയും വിദ്യാലയങ്ങളുടെയും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെയും ഒക്കെ ലഭ്യതക്കുറവും ഈ മണ്ഡലത്തിൽ ചർച്ചയാക്കപ്പെട്ടു. എങ്കിലും കഴിഞ്ഞ കാലങ്ങളിൽ BJP സർക്കാരിനെതിരായി കൃത്യമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ മുസ്ലിം ലീഗിൻ്റെ MPമാർക്ക് സാധിച്ചു എന്നുള്ളതാണ് UDFിന് ഈ മണ്ഡലത്തിൽ പ്രവർത്തിക്കാനുള്ള ഊർജം നൽകിയത്. ഹത്രാസിലും മണിപ്പൂരിലും വിവിധ കലാപ മേഖലകളിലും നേരിട്ട് ചെന്ന് പഠനം നടത്തി അവയെ പാർലമെൻറ്റിലും ജനങ്ങൾക്ക് മുന്നിലും അവതരിപ്പിക്കാൻ മുസ്ലിം ലീഗിൻ്റെ MPമാർക്ക് കഴിഞ്ഞിരുന്നു. ആ ആത്മവിശ്വാസത്തിലാണ് ഇത്തവണയും UDF ജനങ്ങൾക്ക് മുന്നിലേക്ക് വോട്ട് ചോദിച്ച് ഇറങ്ങിയത്. എന്നാൽ തങ്ങൾക്ക് സ്വാധീനമില്ലാത്ത മേഖലകളിൽ സ്ഥിരമായി ഇടതുപക്ഷം ചെയ്യുന്ന അതേ തന്ത്രമാണ് പൊന്നാനിയിലും CPIM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇത്തവണയും സ്വീകരിച്ചത്. KT ജലീലിൻ്റെ കാര്യത്തിലും അബ്ദുറഹിമാൻ്റെ കാര്യത്തിലുമൊക്കെ സംഭവിച്ചതുപോലെ തന്നെ ഇടതുപക്ഷത്ത് നിന്ന് ഒരാളെ മത്സരിപ്പിക്കുന്നതിന് പകരം ലീഗിൽ നിന്ന് ഒരാളെ അടർത്തി മാറ്റി കൃത്യമായ ആളും അർത്ഥവുമുള്ള KS ഹംസയെ പോലെ ഒരാളെ മത്സരിപ്പിക്കുന്നതിലൂടെ ഇടതുപക്ഷം ഒരു വിജയം തന്നെയാണ് ഇവിടെ ലക്ഷ്യമിടുന്നത്. എന്നിരുന്നാലും അബ്ദുസമദ് സമദാനിയുടെ വിജയത്തെ തടയാൻ അതൊന്നും പോരാതെ വരും എന്ന് ഉറപ്പാണ്. അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം ചിലപ്പോൾ കുറയ്ക്കാൻ സാധിച്ചേക്കാം. ഞങ്ങൾ നടത്തിയ പഠനത്തിൽ അബ്ദുസമദ് സമദാനി ഉറപ്പായും വിജയിക്കുമെന്ന സൂചനയാണ് ലഭിച്ചത്.